C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ചിരിച്ചു രസിച്ചാണല്ലോ വരവ്. വിവരങ്ങൾ അറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ നിൽക്കാന്ന് എനിക്കറിയാം. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഒരു വലിയ സന്തോഷ വാർത്തയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഹാപ്പി ന്യൂസ്! ഓ, ഇവള് തുളസിയും ആദിയും തമ്മില് എന്നേക്കുമായി പിരിയും. അക്കാര്യത്തിൽ ഇനി ആർക്കും ഒരു സംശയം വേണ്ട. ശാന്തേട്ടൻ ഡിറ്റക്റ്റീവ് നോവല് വായിച്ചിട്ടേ എന്നോട് കഥ പറയും പോലെ നീ ഇങ്ങനെ സസ്പെൻസിൽ നിർത്താത്ത കാര്യം പറ സുലു. അയ്യോ, അവര് തമ്മിൽ പിരിയും എന്ന് പറഞ്ഞാൽ മാത്രം മതിയോ? കാര്യം എന്താന്ന് പറയേ സുലു, കാര്യം പറ. ഒന്നാം തരം ഒരു തെളിവ് കാണിച്ചു തന്നാ സന്തോഷാവോ? എന്ത് തെളിവ്? ഒരെഴുത്ത്. എഴുത്തോ? കണ്ടടേ. പ്രിയാന്റി? പ്രിയാന്റിയോ? ആരുടെ പ്രിയാന്റി? അല്ല, നീ എന്താ പതുങ്ങി ഇവിടെ? രാത്രികാലത്ത് കോഴിയെ പിടിക്കാൻ കുറുക്കന്മാരിറങ്ങുന്ന പോലെ ബെഡ്റൂമിലെ കുളിമുറിയിലെ എത്തി നോക്കി വീഡിയോ മറ്റോ പിടിക്കാൻ വന്നതാണോ? എന്താ പ്രിയാന്റി ഇത്? അല്ല, അതാണല്ലോ നിന്റെ പണി. നിന്നെ കൊണ്ട് ഇത്തരം നാണം കെട്ട ഏർപ്പാടുകളൊക്കെ ചെയ്യിക്കാൻ നിനക്കൊരു അമ്മൂമ്മയുണ്ടല്ലോ. എന്താ, മാമൻസോ? അയ്യോ, മാമൻസ് അല്ല, മാമോസ്. എന്തെങ്കിലും ആവട്ടെ, നീ പോയേ. ഇനി ഇവിടുന്ന് വീഡിയോ പിടിക്കാൻ വന്ന നിന്റെ കാരണം ഞാൻ അടിച്ചു പൊളിക്കും. നീ ഒരു വീഡിയോ പിടിച്ചതിന്റെ ഫലമാണ് ഞങ്ങൾ ഇപ്പോഴും അനുഭവിക്കുന്നത്. പോയേ. അതെ, ജയേട്ടനെങ്ങാനും കണ്ടുവന്ന നിന്റെ ചൂരലിനടിക്കും. ഒന്ന് പോയേ. അതെ, ഞാൻ തുളസി ഒന്ന് കാണാൻ വന്നതാ. തുളസിയോ? തുളസി നിന്റെ ശത്രുവല്ലേ? അവൾക്കിട്ട് വേല വെച്ച് ഇവിടെ വരെ എത്തിച്ചില്ലേ നീ? അവളെ കാണാനൊന്നും നോക്കില്ല. നീ നിന്റെ പാട്ടിന് പോയേ. അവള് തുളസിയെ കാണാൻ വന്നിരിക്കുന്നു. ഇങ്ങനെയുണ്ടല്ലോ ഒരു വെള്ളച്ചിൽ പിടിച്ച സാധനം. പ്രിയാന്റി, ഞാൻ തുളസി ഒന്ന് കണ്ടിട്ട് അപ്പൊ തന്നെ പോയിക്കോളാം. വേണ്ട, നീ നിന്റെ കാര്യം നോക്കി പോയേ. പ്രിയാന്റി. അല്ല, തുളസി എന്തിനാ നീ കാണുന്നേ? അവൾക്കൊരു സാധനം കൊടുക്കാനാ. അത് കൊടുക്കാൻ വേണ്ടി വന്നതാ ഞാൻ. എന്തു കൊടുക്കാൻ? പ്രിയാന്റി, ദേവമംഗലത്തുനിന്ന് ആ സുലുവാന്റി വന്നപ്പോഴേ അറിയാതെ ഒരു കാര്യം കയ്യിൽ എടുത്തു പോയി. അത് തിരികെ കൊടുക്കാൻ വന്നതാ ഞാൻ. കൊടുത്തിട്ട് അപ്പൊ തന്നെ പോയിക്കോളാം. എന്താ അവൾക്ക് കൊടുക്കാനുള്ളത്? ഇങ്ങോട്ടാ, ഞാൻ കൊടുത്തേക്കാം. അത് തുളസിയുടെ കൈ തന്നെ കൊടുക്കേണ്ടതാ ആന്റി. കൊടുത്തു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും ഞാൻ ഇവിടെ നിൽക്കില്ല. ആ നിമിഷം ഇവിടുന്ന് പോയിക്കോളാം. കൊടുത്തിട്ട് അപ്പൊ തന്നെ സ്ഥലം വിട്ടോണം. ഉടനെ തന്നെ പോയിക്കോളാം ആന്റി. എന്താ പ്രിയേ, ഉറക്കം വരുന്നില്ലേ? നിനക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. പിള്ളേരുടെ കാര്യം ഓർത്തു പോയത് ജയേട്ട. ആ ഒരു ടെൻഷനല്ലേ നമുക്കിപ്പോ നിലവിലുള്ളൂ. എന്റെ മനസ്സിന് വല്ലാത്തൊരു പേടിയ ജയേട്ട. തുളസിമോള് അതിൽ നിന്ന് അകലുന്നത് പോലെ ഒരു തോന്നല്. ആ ഒരു തോന്നല് എനിക്കും ഉണ്ട് പ്രിയേ. അവര് തമ്മിൽ അകലുകയാ. എന്താണ് കാരണമെന്നറിയില്ല. അവൻ അകൽച്ചയൊന്നുമില്ല ജയേട്ട. ഇവളാ അതിൽ നിന്ന് അകലുന്നത്. ഇവർക്കിടയിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചറിയണം. രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി സംസാരിക്കണം. നമുക്ക് സംസാരിച്ച് പരിഹരിക്കാം അതൊക്കെ. നീ ഉറങ്ങാൻ നോക്ക്.
അമ്മ, അച്ഛ, എന്നെ ശപിക്കരുത്. സ്വന്തം മകളെ പോലെ ഓമനിച്ച് താലോലിച്ച് വളർത്തിയതാ നിങ്ങൾ എന്നെ. അതിനെനിക്ക് നന്ദിയുണ്ട്. എന്നോട് ക്ഷമിക്കണം. എന്നേക്കുമായിട്ട് ഞാൻ ഇവിടുന്ന് പോവാ. നിങ്ങൾക്കിത് താങ്ങാനാവില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് പോയേ പറ്റൂ. എനിക്ക് എന്റെ ആദിയുടെ ജീവൻ രക്ഷിക്കണം. അതിന് ഇവിടെ നിന്നും എങ്ങോട്ടെങ്കിലും പോയേ പറ്റൂ. ഞാൻ പോവാ. അപ്പൊ വാ ഇങ്ങോട്ട്. കണ്ടില്ലേ, ഓമനിച്ച് വളർത്തിയ അച്ഛനെ അമ്മയെ ഉറക്കി കിടത്തിയിട്ട് പാതിരാത്രിക്ക് മുങ്ങിയിരിക്കുന്നു. ദൈവമേ, എന്താ എന്താ ഞങ്ങളീ കേൾക്കുന്നേ? മോളെ, കേൾക്കാനിരുന്നത് രാവിലെ ആയിരുന്നു. വാത്സല്യ സന്താനം എങ്ങോട്ടോ ഒളിച്ചോടി പോയെന്ന്. ഭാഗ്യത്തിനൊരു കേസുമായി ബന്ധപ്പെട്ട് ഞാൻ പോലീസ് ക്ലബിൽ ഉണ്ടായിരുന്നു. അവിടുന്ന് തിരികെ വരുമ്പോ ഒരു പെൺകുട്ടി ബാഗും തൂക്കി ഒറ്റയ്ക്ക് നടന്നു പോകുന്നു. ഒരു പോലീസുകാരനായതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണമല്ലോ. നോക്കിയപ്പോഴെല്ലാം ഞെട്ടിപ്പോയത് നമ്മുടെ സന്താനമാ. കേരളത്തേക്ക് വെറുതെ നാട്ടുകാർ ശ്രദ്ധിക്കണ്ട. മോനെ, ചിലപ്പോ അവളുടെ അനുഭവങ്ങളായിരിക്കും അവളെ നിന്നിൽ നിന്ന് അകന്നു പോവാൻ പ്രേരിപ്പിക്കുന്നത്. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ചെറു പ്രായത്തിനിടയ്ക്ക് അവൾ അനുഭവിച്ച ദുരിതങ്ങൾ, വേദനകൾ. കല്യാണം കഴിച്ചു വന്ന വീട്ടില് സ്വസ്ഥതയും സമാധാനവും ഉണ്ടോ? എന്ന് തുടങ്ങിയതാ ഈ ദുർഗയുടെ അംഗം അവളോട്. ഇതിനെന്തെങ്കിലും ഒരു അവസാനമുണ്ടോ? ഈ വീടിനകത്താണെങ്കിൽ തുളസിയെ ആക്രമിക്കാനും അപമാനിക്കാനുമായിട്ട് ദുർഗയുടെ പരിവാരങ്ങളായി കുറെ ശവന്തീനികളുമുണ്ട്. ഇതെല്ലാം അനുഭവിച്ച് അവൾ തളർന്നു. ഭർത്താവിനൊപ്പം സന്തോഷമായിട്ടൊരു ജീവിതമുണ്ടോ? അതിനവൾക്ക് അനുവാദമുണ്ടോ? അതിന് അവളെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന എന്നെ അവഗണിക്കുന്ന എന്തിനാ? എടാ, അവളുടെ മനസ്സ് അങ്ങനെ ആയിപ്പോയതാ. നീ അതൊന്നും ഒരു കാര്യമായിട്ട് എടുക്കണ്ട. സ്നേഹത്തോടെ മാത്രമേ ഒരു പെണ്ണിനെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ കഴിയൂ. നിന്നോട് അവൾക്ക് എന്തെങ്കിലും മുഷിപ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്നും അവള് മനഃപൂർവ്വം ചെയ്യുന്നതല്ല എന്ന് കരുതി എടാ നീ അവളോടങ്ങ് ക്ഷമിച്ചേക്ക്. അച്ഛാ, അതിന് എനിക്ക് അവളോട് വിഷമമൊന്നുമില്ല. അവൾ എന്നോട് മിണ്ടാതെ അടുക്കാതെ നടക്കുന്നതിന്റെ ഒരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. അങ്ങനെയല്ല ആദി,
അവളെ സന്തോഷിപ്പിക്കാൻ നീ എന്തെങ്കിലും ഒന്ന് ചെയ്യേ. എടാ, ഒരു ഭാര്യ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവളുടെ ഭർത്താവിന്റെ സാമീപ്യമാണ്. അവളെ കൊണ്ട് നീ ഷോപ്പിങ്ങിനൊക്കെ ഒന്ന് പോ. എന്നിട്ട് ഏതെങ്കിലും നല്ല ഹോട്ടലിലേക്ക് നല്ല ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക. ഒന്ന് കറങ്ങി അടിക്കേ. ഒരു ഫുൾ ഡേ അവളോടൊപ്പം സ്പെൻഡ് ചെയ്യേ. അപ്പോ അവളുടെ ഈ സ്വഭാവമൊക്കെ അങ്ങ് മാറും. പ്രസാദങ്ങൾ ഇപ്പോ ആദിയേട്ടനോട് പറയുന്നത് ഞാൻ കേട്ടതാ. അവള് ചെന്നൈക്കോ ബോംബെക്കോ ഒരു പോക്കങ്ങ് പോയേനെ. ഒരു പൊതുശല്യം എന്നേക്കുമായി എവിടേക്കെങ്കിലും ഒഴിഞ്ഞു പോയപ്പോ ഈ പ്രസാദ് സാർ അതിനെ തിരിച്ചു വിളിച്ചോണ്ട് വന്നേക്കുവാ. ഈ പ്രസാദിന് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? അത് മാത്രല്ല, അവര് തമ്മിലുള്ള വഴക്ക് തീർക്കാൻ ദേ അങ്കിൾ ആദിയേട്ടൻ ഒരു മാർഗം പറഞ്ഞു കൊടുത്തിരിക്കുക. അതെന്താ? അവളെ കൊണ്ട് നീ ഷോപ്പിങ്ങിനൊക്കെ ഒന്ന് പോ. എന്നിട്ട് ഏതെങ്കിലും നല്ല ഹോട്ടലിലേക്ക് നല്ല ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക. ഒന്ന് കറങ്ങി അടിക്കേ. ഒരു ഫുൾ ഡേ അവളോടൊപ്പം സ്പെൻഡ് ചെയ്യേ. അപ്പോ അവളുടെ ഈ സ്വഭാവമൊക്കെ അങ്ങ് മാറും. പ്രസാദേട്ടന് എന്ത് പോംവഴി പറഞ്ഞു കൊടുത്താലും ഈ കാര്യത്തിനൊരു പരിഹാരം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞത് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ആദിയോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ രാഖി രാമാനൻ ചെന്നൈക്ക് മുങ്ങാൻ തയ്യാറായവളാണ് തുളസി. അതിന്റെ അർത്ഥം അത്രയേറെ അവര് തമ്മിൽ അകന്നു പോയി എന്നുള്ളത് തന്നെയാ. അതൊക്കെ ശരി തന്നെയാ. പക്ഷെ പ്രസാദ് സാർ ബുദ്ധിപൂർവ്വം മധ്യസ്ഥത ആരംഭിച്ചു. ഷോപ്പിങ്ങിന് പോകാൻ പറയലും ഹോട്ടൽ വിസിറ്റിംഗും ഒക്കെ ആയിട്ട്. ദുർഗേച്ചി, ഇത് നമ്മൾ പൊളിക്കണം. അവരൊരു വേല വെക്കുമ്പോ നമ്മൾ മറുവേല വെക്കണം. വല്ലഭന് പുല്ലും ആയതൊന്നല്ലേ ദുർഗേച്ചി? ചൊല്ലുവാന്റെ എന്താ പറഞ്ഞു വരുന്നേ? എടി, ചില ശകുനി തന്ത്രങ്ങളൊക്കെ പ്രയോഗിക്കേണ്ടി വന്നേക്കാം. നമുക്ക് മംഗളപ്പച്ചയോടും കൂടി ഒന്ന് ആലോചിച്ച് വേണ്ടത് ചെയ്യാം. എന്താ? മാമ, എന്താ മോളെ ഇങ്ങനെയൊക്കെ? നീ എന്താ ആദ്യമോനോട് ഇങ്ങനെ പെരുമാറുന്നത്? അവൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? കുറച്ച് ദിവസങ്ങളായി നീ തുടങ്ങിയിട്ടെന്ന് ഞാൻ അറിഞ്ഞു. നീ ഇങ്ങനൊന്നും കാണിക്കുന്നത് ശരിയല്ല മോളെ. നീ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഒന്നുമില്ല മാമ. കാരണം ഒന്നും കൂടാതെയാണ് നീ ആദ്യയോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അവന്റെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ? അവന് തന്നെ അത്രമാത്രം ഇഷ്ടമായതുകൊണ്ടല്ലേ അവൻ കൂടുതലൊന്നും പറയാത്തത്. ഇങ്ങനെ സ്നേഹിക്കുകയും ഭാര്യയെ പരിഗണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഭർത്താവിനെ കിട്ടുന്നത് ഏതൊരു പെൺകുട്ടിയുടെയും ഭാഗ്യമാണ്. അല്ല, അവനെന്റെ മകനായതുകൊണ്ട് ഞാൻ പറയല്ല. നിനക്ക് ദൈവം തന്ന ഭാഗ്യമാണ് ആദി. തിരിച്ചു അങ്ങനെ തന്നെ. അവന്റെ പുണ്യമാണ് നീ. അവനിപ്പോ എന്നെ വിളിച്ചിരുന്നു. മോളെ, അവനുമായിട്ട് നീ പിണങ്ങരുത്. അവൻ ഒരു സാരി നിനക്ക് സമ്മാനമായിട്ട് തന്നു ഞാൻ അറിഞ്ഞു. അത് അവൻ സ്നേഹത്തോട് തന്നതല്ലേ നിനക്ക്? അത് നീ ഉടുത്തോണ്ട് അവൻ വിളിച്ച സ്ഥലത്തേക്ക് ചെല്ലണം. എന്താ, പോവില്ലേ? നീ എതിരൊന്നും പറയരുത്. നീ ആ സാരി ഉടുത്ത് ആദ്യം വിളിച്ച സ്ഥലത്തേക്ക് പോയിരിക്കണം. നിന്നെ താലി കെട്ടിയവനാണവൻ.
ഈ വിളിക്കുന്നതേ നിന്നെ തല്ലാനോ കൊല്ലാനൊന്നും അല്ല. നീ ആകെ മൂഡ് ഔട്ട് ആണെന്നുള്ളത് അവനറിയാം. അത് മാറ്റാനാ, നിന്റെ മനസ്സിന് സന്തോഷം പകരാനാ അവൻ വിളിച്ചത്. മാമ അത് തുളസി, നീ പോയിരിക്കണം. പോയേ മതിയാവൂ. രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യം കൽപ്പിച്ചതും പാല്. കേട്ടിട്ടില്ലേ അങ്ങനെ ഒരു പഴഞ്ചൊല്ല്? ഇതിപ്പോ അങ്ങനെയാ വന്നിരിക്കുന്നത്. നമ്മുടെ ആഗ്രഹങ്ങൾ പോലെ ദൈവം കാര്യങ്ങളൊക്കെ അനുകൂലമാക്കി തന്നിരിക്കുന്നു. ശരിയാ അപ്പച്ചി, അപ്പച്ചി പറഞ്ഞത്. എത്ര നാളത്തെ എന്റെ പ്രാർത്ഥനയാണെന്ന് അറിയോ ദൈവം കേട്ടത്? കരളുരുകിയല്ലേ ഞാൻ പ്രാർത്ഥിച്ചത്. ആ, എന്തായാലും അവനും അവളും മാനസികമായി അകന്നില്ലേ, അത് മതി. ഇനി ആ വിവാഹമോചനം കൂടി നടത്തണം. എന്നാലേ ആതിരയും ആദിയും തമ്മിലുള്ള കല്യാണം നമുക്ക് നടത്താൻ പറ്റൂ. ഈ വിവാഹമോചനം നടത്താതെ കല്യാണമൊക്കെ നടത്തിയാലേ ഇപ്പൊ വലിയ കേസാ. വെറുതെ പുലിവാല് പിടിക്കണ്ട. ദുർഗേ, ഇതില് നമ്മുടെ പ്രാർത്ഥന മാത്രമല്ല ദുർഗേ. ആതിര മോളുടെ കണ്ണീരുമുണ്ട്. വേഴാമ്പല് നിലവിളിക്കും പോലെ നിലവിളിച്ചോണ്ട് നടക്കുകയായിരുന്നില്ലേ അവള്? വേഴാമ്പല് കരയുന്നത് മഴ പെയ്യാൻ വേണ്ടിയല്ലേ? അത് മഴ പെയ്യ, ഇത് ആദ്യ കെട്ട്. എത്ര നാളായെന്നറിയാമോ ആ കൊച്ച് അവന്റെ താലിമാല കഴുത്തിലോട്ട് വീഴാൻ സ്വപ്നം. ആദി, നീ എന്താ വരാൻ ഇത്ര വൈകി? എന്താ ഞാൻ തന്ന സാരി കൊടുക്കാതിരുന്ന? എന്റെ സെലക്ഷൻ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ തന്ന സാരിയല്ലേ? എന്തായാലും നീ അത് കൊടുക്കണമായിരുന്നു. അതൊരു സെന്റിമെന്റൽ വാല്യൂ ഉള്ള സാരിയായിരുന്നു. എന്തേത്? ഈ സാരി എന്നെക്കാളും ചേരുന്നത് ആദരിക്കാം. അത് നിന്റെ നോട്ടത്തില്. ഞാൻ സാരി വാങ്ങി തന്നതേ എന്റെ ഭാര്യയ്ക്ക്. അത് കണ്ട പെണ്ണുങ്ങൾക്ക് കൊടുക്കാനുള്ളതല്ല. ഈ കണ്ട പെണ്ണുങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങി കൊടുക്കുന്നത് എന്റെ ശീലമല്ല, എന്റെ സ്വഭാവമല്ല. നിനക്ക് ഞാൻ തന്ന സാരി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് കത്തിച്ചു കളയണമായിരുന്നു. അല്ലതെ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ ഇത്തരം പരിപാടി കാണിക്കരുതായിരുന്നു. എന്താ അത് ഇങ്ങനെ? ദേഷ്യപ്പെടാതെ. ആദരി, ഇതൊന്നും കാര്യാക്കണ്ട. ഇവന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണെന്ന് അറിയാലോ. ആ, എന്റെ ഒരു ഫ്രണ്ട് വിളിക്കുന്നു, ഞാനിപ്പോ വരാവേ. എന്തെങ്ങനെ നിക്കുന്നേ? ഇരിക്കേ, നിങ്ങൾ സംസാരിച്ചിരിക്കേ. ഹലോ, എന്തായാലും ഇതൊക്കെ കാണുമ്പോ എനിക്ക് നല്ല വിഷമമുണ്ട്.
നമ്മൾ തമ്മിൽ നല്ല ചേർച്ച എന്ന വെയിറ്റർ പറഞ്ഞപ്പോ എന്റെ ഹൃദയം കുളിര് കോരി. ഈ നാശത്തിനെ പിടിച്ച് വലിച്ച് പുറത്തേക്കിറക്കി ചെവിക്കുറ്റിക്കിട്ട് നോക്കി 2 പൊട്ടിച്ചിട്ട് സ്ഥലം വിട്ടാലോ? ഞാൻ എന്ത് കേൾക്കാൻ ആഗ്രഹിച്ചോ അതാ ആ വെയിറ്റർ പറഞ്ഞത്. എനിക്ക് എന്ത് സന്തോഷായിരുന്നോ. ഞാനേ ആദ്യേട്ടനെ ചേർന്ന ജോഡി തന്നെയാ. എല്ലാവരും അങ്ങനെ പറഞ്ഞിരിക്കുന്നേ. എടി ഒന്ന് കഴിച്ചിട്ട് ഇറങ്ങി പോകുന്നുണ്ട് എന്റെ മുന്നിൽ നിന്ന്. ഫുഡ് കഴിക്കുമ്പോഴെങ്കിലും ഒന്ന് മിണ്ടാതിരുന്ന് കഴിച്ചോടെ നിനക്ക്. ആദ്യേട്ടൻ എന്റെ അടുത്തിരിക്കുന്ന ഓരോ നിമിഷവും എനിക്ക് സന്തോഷമുള്ളതാ. അതല്ല ഞാനിങ്ങനെ തോരാതെ സംസാരിച്ചോണ്ടിരിക്കുന്നേ. ഇതെന്താ ആദ്യേട്ടാ കഴിക്കാതിരിക്കുന്നേ? കഴിക്കാദ്യേട്ടാ, നല്ല ടേസ്റ്റി ഫുഡാ. ഓ, നീ നിന്റെ കാര്യം നോക്കിയാ മതി, എന്നെ അങ്ങ് വിട്ടേക്ക്. ടേബിൾ മാനേഴ്സ് കീപ്പ് ചെയ്യാനാ ഞാൻ ഇവിടെ ഇരിക്കുന്നതിന്. എന്താ ആദ്യേട്ടാ ഇങ്ങനെ? നമ്മൾ തമ്മിൽ ഇങ്ങനൊരു നിമിഷം ഞാൻ എത്ര കൊതിച്ചതാന്നറിയോ? എന്റെ മനസ്സില് ഒരേ ഒരാളേ ഉള്ളൂ എന്നും. അതെന്റെ ആദ്യേട്ടനാ. ആദ്യേട്ടാ, അവളുടെ ഒരു അഭ്യാസവും ആദ്യയുടെ മുന്നിൽ ചെലവാവില്ല. നീ എന്തിനാ തുളസി ആ പാവ ആദ്യമായിട്ട് ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഞാൻ എന്റെ ആദ്യയുടെ ജീവൻ രക്ഷിക്കണോ അതോ അവന്റെ ഒപ്പമുള്ള ജീവിതം മോഹിച്ച് അവനെ കൊല്ലണോ? നീ ഏത് നരകത്തിലെങ്കിലും പോയി എനിക്കെന്താ ഒരു വയ്യാവലി. ഈ ആദ്യേട്ടന്റെ ഒരു തമാശ. അവസാനം വഞ്ചി നമ്മുടെ കടവിൽ തന്നെ അടുത്ത് ദുർഗേച്ചി. അങ്ങനെ പുള്ളിപ്പുലി പൂച്ചയായി. വെറും പൂച്ചല്ല, പല്ലില്ലാത്ത പൂച്ച. ഒടുവിലെ അവള് പടം മടക്കിയതാ സുലു. നമ്മളോട് ഫൈറ്റ് ചെയ്ത് അവളങ്ങ് മടുത്തു. അവൾ അതിദയനീയമായി തോറ്റതാ ദുർഗേച്ചി. ഒന്നിനു പിറകെ ഒന്നായി ഓരോരോ ഷോക്കുകളല്ലേ അവൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തുരുതുരെ ഓരോന്ന് കിട്ടിയപ്പോ അവൾ ആകെ തളർന്നുപോയി. ഇനി ദുർഗേച്ചിയോട് മത്സരിച്ച രക്ഷ കിട്ടില്ലെന്ന് അവക്ക് ഉത്തമ ബോധ്യായി ദുർഗേച്ചി. അവൾ എന്നോട് ഇങ്ങനെ സ്നേഹത്തോടെ പെരുമാറുന്ന കണ്ടപ്പോഴേ ഞാൻ തന്നെ അമ്പരന്ന് പോയി സുലു ആന്റി. ഇനി അവക്ക് അതേ മാർഗമുള്ളൂ. ആദ്യയെ കൊണ്ട് ആതിരയുടെ കഴുത്തിൽ താലി ചാർത്തിക്കുക. എന്നിട്ടൊരു ക്ലീൻ ഇമേജോടെ എങ്ങോട്ടേക്കെങ്കിലും പോവുക. തന്തയും തള്ളയും ഇല്ലാത്ത തെണ്ടി പെണ്ണാണെന്ന സത്യം തിരിച്ചറിഞ്ഞപ്പോഴാ അവൾ ഇത്രയും തളർന്നുപോയത്. അല്ലെങ്കിലേ അവൾ ഇപ്പോഴും എന്റെ അടുത്ത് യുദ്ധം ചെയ്തോണ്ടിരുന്നേനെ. എന്തൊക്കെയായിരുന്നു അവൾ എന്റെ നേരെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്? എന്തൊക്കെ പോർവിളികളായിരുന്നു. സെൻട്രൽ ജയിലിൽ കയറ്റുമെന്ന് വരെ അവൾ എന്നോട് പറഞ്ഞതാ. ഇനി അതൊക്കെ മറന്നേക്ക ദുർഗേച്ചി. അവളൊരു ശവമായി മാറിയില്ലേ? ഇനി ആ ശവത്തെ കുത്തുന്ന എന്തിനാ? അവളുടെ ശവത്തിനിട്ട് വരെ ഞാൻ ചവിട്ടും. എനിക്ക് അത്ര വൈരാഗ്യമുണ്ട് അവളോട്. അവളോടുള്ള പക അവള് ചത്താലും തീരില്ല. അവളുടെ കഥ കഴിഞ്ഞല്ലോ ദുർഗാന്റി. അതിന്റെ ക്ലൈമാക്സ് നമുക്ക് ആർക്കും എഴുതേണ്ടി വന്നില്ല, അവള് തന്നെ എഴുതി. ഇനി ആതിരയുടെ കല്യാണം നടക്കുമ്പോ അവളെ കൂടി വിളിക്കണം ദുർഗേച്ചി. ആതിരയെ ഒരുമിപ്പിക്കാൻ അവള് ശ്രമിക്കുന്നുണ്ടല്ലോ.
ആ നന്ദി നമ്മൾ അവളോട് കാണിക്കണം. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ പന്തിയിൽ തന്നെ ഇരുന്ന് എന്തേലും കഴിച്ചിട്ട് അവള് പൊക്കോട്ടെ. അയ്യോ പാവം, എനിക്ക് അവളോട് സഹതാപം തോന്നുന്നു. എന്നാ അവളെ നീ എടുത്ത് മടിയിലോട്ട് വെക്ക്. അതല്ല ദുർഗേച്ചി, എന്തായാലും ഇക്കാലം അത്രയും ആദിമോന്റെ പിറകെ അവള് ലാലാല പാടി നടന്നതല്ലേ. നമുക്കെല്ലാവർക്കും ചേർന്ന് അനാഥയായ അവളെ ഏതെങ്കിലും ഒരു കൂലി വേലക്കാരനെ കൊണ്ട് കെട്ടിക്കണം. പോക്കോണം അവിടുന്ന്, ഒരു ചോവട്ട് ഞാൻ വെച്ചേരും. ഇനി ദുർഗേച്ചിയോ അപ്പച്ചിയോ മാറി നിന്ന് എന്തെങ്കിലും വേല ഒപ്പിച്ചിട്ടുണ്ടാവോ? അങ്ങനെ വരാൻ വഴിയുണ്ട്. ഏതായാലും അടങ്ങിയിരിക്കുന്ന തരക്കാരല്ലല്ലോ ദുർഗയും അപ്പച്ചിയൊന്നും. അല്ല, അവരുടെ വേലകളൊക്കെ തുളസിമോളുടെ അടുത്ത് ചെലവാവോ? അവരെന്തെങ്കിലും തന്ത്രം പയറ്റിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ തുളസിയെ പോലെ മിടുക്ക് മറ്റാർക്കുമില്ല. അവരെന്തൊക്കെയോ കെണി ഒപ്പിച്ചിട്ടുണ്ടെന്ന് തന്നെ എന്റെ സംശയം. തുളസി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദിയെയും ആതിരയെയും ഒരുമിപ്പിക്കാനുള്ള ശ്രമങ്ങളല്ലേ? ഏട്ടാ, ഇതാപത്ത്. ഏട്ടൻ ഇതിൽ ഇടപെട്ടേ പറ്റൂ. ആദിമോനും തുളസിമോളും തമ്മിലുള്ള അകൽച്ചയുടെ കാരണം ഏട്ടൻ അവളോട് ചോദിച്ചറിയണം. വഴക്കിടുകയൊന്നും വേണ്ട, സ്നേഹത്തിൽ ചോദിച്ചാ മതി. എന്തായാലും അത് ചോദിച്ചറിഞ്ഞേ പറ്റൂ. എന്താ ഞാൻ പറഞ്ഞ സത്യമല്ലേ? അല്ല, ഒരിക്കലും അല്ല. ഞാനും ആദ്യം തമ്മിൽ ഒരു പ്രശ്നവുമില്ല. അങ്ങനെയാണെങ്കിൽ ആ ഹോട്ടലിൽ നടന്നതിന്റെ അർത്ഥം എന്താ? നീ മനഃപൂർവ്വം ആതിരയും കുട്ടി ആ ഹോട്ടലിലേക്ക് വന്നു. നിന്റെ ആജന്മ ശത്രുവല്ലേ ആതിര? അപ്പൊ പിന്നെ അവളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം? അതിനുശേഷം നീ മനഃപൂർവ്വം ആദിത്യന്റെ ബൈക്ക് കയറ്റി ആതിരയെ വിട്ടു. ഇതൊക്കെ നിന്നെ പോലെ വളരെ ബുദ്ധിമതിയായ ഒരു പെൺകുട്ടി വെറുതെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കണം. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എനിക്ക് കിട്ടിയിരിക്കണം. അത് സത്യമായിരിക്കും വേണം. അത് പിന്നെ ആതിര ആ വഴിക്ക് വന്നപ്പോ വെറുതെ പിണക്കണ്ടെന്ന് കരുതി ഞാൻ ഹോട്ടലിലേക്ക് വിളിച്ചതാ. അതല്ലാതെ ഞാനും ആദ്യം തമ്മിൽ ഒരു പ്രശ്നവുമില്ല. ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് പ്രസാദ്. തന്റെ പ്രിയപ്പെട്ടവനെ തനിക്ക് തന്നെ കിട്ടിയ സന്തോഷത്തിൽ
തുളസി മതിമറന്നു. വാസ്തവത്തിൽ തുളസിയുടെ ആകാശത്ത് അതോടെയാണ് ഏറെ കാറും കോളും നിറഞ്ഞത്. അവളുടെ ജീവിതത്തിലെ വലിയ വലിയ പ്രതിബന്ധങ്ങൾ അതോടെയാണ് ആരംഭിച്ചത്. ഡോക്ടർ പറയുന്നത് 100% ശരിയാണ്. തുളസിക്ക് ഭർത്താവിന്റെ വീട്ടിൽ ഒരു സ്വസ്ഥതയില്ലായിരുന്നു. പറയാൻ നാണക്കേടുണ്ട്. എന്നാലും ഡോക്ടറോട് തുറന്നു പറഞ്ഞല്ലേ പറ്റൂ. എന്റെ ഭാര്യ ദുർഗ തുളസിയെ നിത്യശത്രുവായിട്ടാ കാണുന്നത് ഇപ്പോഴും. വിവാഹിതരായ ആദിയും തുളസിയും ഒരുമിച്ച് ഒരു ബെഡ്റൂമിൽ കിടക്കാൻ പോലും ദുർഗ അനുവദിച്ചിട്ടില്ല. ആ വിലക്ക് ഇപ്പോഴും തുടരുകയാണ്. അതുതന്നെയാണ് മുഖ്യ പ്രശ്നം. ഞാൻ പറഞ്ഞു വന്നതുപോലെ തുളസിയുടെ എല്ലാ സ്വപ്നങ്ങളും കരിഞ്ഞ് ചാരമാകുന്ന കാഴ്ചയാണ് അവൾ പിന്നീട് കണ്ടത്. ഒരു മുറിയിൽ ഒരുമിച്ച് ഉറങ്ങാൻ സമ്മതിക്കാത്തത് പോട്ടെ, തുളസിയെ അപമാനിച്ച് പുറത്താക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യത്തോടെയാണ് ദുർഗ ഇപ്പോഴും ജീവിക്കുന്നത്. വിചിത്രമായ ഈ പ്രശ്നമാണ് തുളസിയുടെ മാനസിക അസ്വസ്ഥതയ്ക്ക് കാരണം. അവർക്ക് ഒരുമിച്ച് കഴിയാനുള്ള സാഹചര്യം എന്റെ വീട്ടിലുണ്ടായിരുന്നു. അല്ല, അവിടെയും ആ രാത്രി കയറി വന്ന ദുർഗ പ്രശ്നം ഉണ്ടാക്കിയില്ലേ? ആദ്യം വിളിച്ച് ദേവമംഗലത്തേക്ക് കൊണ്ടുപോയല്ലോ. അതെ, അങ്ങനെയായിരുന്നു അതിന്റെ പര്യവസാനം. തുളസിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ക്ലൈമാക്സ് ആയിരുന്നു. മാത്രമല്ല, ദാമ്പത്യ ജീവിതം നയിക്കാനാണെങ്കിൽ ദുർഗ ശ്രദ്ധിക്കാത്ത അനവധി അവസരങ്ങൾ അവർക്കുണ്ടായിരുന്നു. പക്ഷേ രണ്ടുപേരും വളരെ നല്ല ഡിസിപ്ലിനോടെ വളർന്ന കുട്ടികളായതുകൊണ്ട് അവർ സദാചാരങ്ങൾ ലംഘിച്ചില്ല. അതൊക്കെ തെറ്റാണെന്ന് അവർക്കറിയാം. ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. വിവാഹം കഴിഞ്ഞിട്ടും ഒരുമിച്ച് ജീവിക്കാനാവാത്തതിന്റെ ഫ്രസ്ട്രേഷൻ. അതാ തുളസിയുടെ മാനസിക പ്രശ്നം. പ്രസാദേട്ടാ, താൻ എന്താടോ ഈ ആലോചിക്കുന്നത്? ഒന്നുമില്ല. താനെന്താ എന്നോട് പിണക്കത്തിലാണോ? ഞാൻ എന്റെ പ്രസാദേട്ടനോട് എന്റെ വ്യക്തിപരമായ കാര്യത്തിന് ഒരിക്കലും പിണങ്ങിയിട്ടില്ല. മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞു പിണങ്ങിയിട്ടുണ്ട്. എനിക്ക് തന്നോട് ഒരു 5 മിനിറ്റിനപ്പുറത്തേക്ക് പിണങ്ങിയിരിക്കാൻ കഴിയില്ലടോ. താൻ എന്റെ മനസ്സിനകത്ത് അത്രയ്ക്കുണ്ട്. അത് തനിക്കും അറിയാം, എനിക്കും അറിയാം. അല്ല, അല്ലെങ്കിൽ തന്നെ എന്തിനു പിണങ്ങണം? മണ്ണിൽ അലിഞ്ഞു തീരാനുള്ള ഈ ശരീരമല്ലാതെ അഹങ്കരിക്കാൻ എന്തുണ്ടോടോ നമ്മുടെ കയ്യിൽ? മനസ്സൊന്ന് തെറ്റിയ പിന്നെ നമ്മൾ ഭ്രാന്തന, ശരീരം തളർന്നുപോയ രോഗി, പിന്നെ ഈ ശ്വാസം നിലച്ചുപോയ ജീവനില്ലാത്ത വെറും ജഡവും. എടോ, ഇനിയെങ്കിലും നമുക്ക് പിണങ്ങാതെ ജീവിച്ചോടെ. ആദിയുടെ കാര്യത്തിലുള്ള എന്റെ തീരുമാനത്തിന് മാറ്റമില്ല പ്രസാദേട്ടാ. താൻ ആ കാര്യം പറഞ്ഞപ്പോഴാ എനിക്ക് അക്കാര്യം ഓർമ്മ വന്നത്. എടോ, പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനാണ്. എന്താ? താനോട് ഇരിക്കേ. എന്താ കാര്യം? തന്റെ മന്ദാകിനി വല്യമ്മ വിളിച്ചിരുന്നു. എന്നിട്ട് വല്യമ്മയ്ക്ക് നമ്മളെ എല്ലാവരും ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ചതിച്ചോ? പ്രസാദേട്ടന് ഞാനും കൂടെ ചെന്ന് കാണാമെന്ന് പറഞ്ഞില്ലേ? അത് ഞാൻ പറഞ്ഞു, പക്ഷെ വല്യമ്മ സമ്മതിച്ചില്ല. എല്ലാരെയും കാണണമെന്നാണ് വല്യമ്മയുടെ ആഗ്രഹം. അതുകൊണ്ട് ഇങ്ങോട്ട് വരാന്നാണ് വല്യമ്മ പറഞ്ഞത്. എടോ, അതെ, മിക്കവാറും നാളെ തന്നെ ഇങ്ങോട്ട് വരും. എന്താടോ തന്റെ മുഖം പെട്ടെന്ന് വല്ലാതായത്? എന്റെ സമാധാനം പോയി, അത്ര തന്നെ. തന്റെ അമ്മയുടെ സ്ഥാനമല്ലേ മന്ദാകിനി വല്യമ്മയ്ക്ക്? അത് തന്നെയാ പ്രശ്നം. എനിക്ക് ഒരു സ്വസ്ഥതയും തരില്ല വല്യമ്മ.
തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ എന്നെ ചീത്ത പറയും. പട്ടാളഭരണം അല്ലേ, പട്ടാളഭരണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.